Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. So, this particular video is helpful. I am very sure about it because this is related with the calculation of goodwill based on super profit method. ഒത്തിരി തവണ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് goodwill കാൽക്കുലേറ്റ് ചെയ്യുക based on super profit method എന്നുള്ളത്. സോ എങ്ങനെയാണ് super profit methodൽ നമ്മൾ goodwill കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻസും പ്ലസ് ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. അതിന്റെ ഇക്വേഷനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സൂപ്പർ പ്രോഫിറ്റിനുള്ളത്. എന്തായിരുന്നു ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ? ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, അങ്ങനെയായിരുന്നല്ലോ. അതേപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിന്റെ ഇക്വേഷനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. വളരെ സിമ്പിൾ അല്ലേ? സോ അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്വിൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ multiplying the number of years purchased with the super profit. നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിരിക്കും. അതിനെ കൊണ്ട് സൂപ്പർ പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ കിട്ടും. സോ ഇവിടെ എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമ്മുടെ ഫേമിന്റെ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാന്നുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് വർഷങ്ങളിലെ പ്രോഫിറ്റുകൾ തരും. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണോ തന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. സംടൈംസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും ഇതാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു തരും. അപ്പൊ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് എടുത്തിട്ട് നോർമൽ പ്രോഫിറ്റ് അതിൽ നിന്ന് അങ്ങ് കുറച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെ തന്നിട്ടില്ല, കുറച്ച് വർഷങ്ങളിലെ പ്രോഫിറ്റുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി അവിടെ യൂസ് ചെയ്യണം. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് കാണാൻ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ആൻഡ് ഇവിടെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം ദാറ്റ് ഈസ് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കാണാന്ന് വെച്ചാല് ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഫേമിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു നോർമൽ റേറ്റ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. 10%, 5%, 8%, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? That is normal profit, right? So in order to find out the value of normal profit, we need to calculate the capital employed. It will be there on your question paper. Question paper il undagum capital employed the value എത്രയാണ് into normal rate. അതും question paper il undagum divided by 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോർമൽ പ്രോഫിറ്റ് കിട്ടും. സോ ഈ നോർമൽ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അതും ക്വസ്റ്റ്യനിൽ തരും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. സിമ്പിൾ അല്ല? വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. ഗുഡ്വിൽ കാണാൻ വേണ്ടി സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്യും. അപ്പൊ അതിൽ എങ്ങനെയാ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ ചില വർഷങ്ങളിലെ പ്രോഫിറ്റ് തരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുക? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്, there will be in your question paper the amount into normal rate. അത് 5%, 10% എങ്ങനെയായിരിക്കും? നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് നോർമൽ പ്രോഫിറ്റും കിട്ടും. സോ ഈ നോർമൽ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സൂപ്പർ പ്രോഫിറ്റ്. അത് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വാല്യൂ കിട്ടും, അതായത് ഗുഡ്വില്ലിന്റെ വാല്യൂ കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തോരം ഇത്രയും പറഞ്ഞതിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് അപ്പം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: the books of a business allowed
showed that the capital employed on December 31st, 2015 rupees 5 lakh. ഒരു സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ വാല്യൂ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, അത് 5 ലക്ഷം രൂപയാണ്. സോ ഈ ഒരു വാല്യൂ ആണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷം. ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years were, കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാണ്? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2011 40,000 രൂപ, 2012 50,000 രൂപ, 2013 55,000 55,000, 2014 70,000 രൂപ, 2015 85,000 രൂപ. അങ്ങനെ എത്ര വർഷത്തെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5 വർഷത്തെ. 40,000 50,000 55,000 70,000 85,000, അങ്ങനെ 5 വർഷത്തെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനിയുണ്ട് ഇൻഫർമേഷൻസ്. You are required to find out the value of goodwill based on 3 years purchase of the super profit of the business. ഇതാണ് ആ 3 years purchase എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന ഇക്വേഷനിലുണ്ട്. ആ ഇക്വേഷനിൽ ഈ കാണുന്ന ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 3 years purchase ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം. ആൻഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഈ സംഭവം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 10%. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആൻസർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ആൻസർ. ഓക്കെ, സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, ഇത്രയും സംഭവങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 lakh കിട്ടും. ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 60,000 കിട്ടും. സോ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ഇത് നോർമൽ പ്രോഫിറ്റ് എന്നാണ് എഴുതിയപ്പോൾ റേറ്റ് എന്നായി പോയതാണ്. നോർമൽ പ്രോഫിറ്റ് എന്നാണ് നിങ്ങളത് വായിക്കേണ്ടത്. ഓക്കെ, സോ നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. സോ എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? ദാറ്റ് ഈസ് 5 lakh ഇൻറ്റു നോർമൽ റേറ്റ് എത്രയാണ്? 10%. അപ്പൊ 10/100 അത് ചെയ്ത് നമുക്ക് 50,000 രൂപ കിട്ടും. സോ 50,000 ഇസ് എ നോർമൽ പ്രോഫിറ്റ്. സോ ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാലോ. ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. എത്രയായിരുന്നു ആവറേജ് പ്രോഫിറ്റ്? ദാറ്റ് ഈസ് 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 50,000. സോ 60,000 മൈനസ് 50,000 10,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. കഴിഞ്ഞിട്ടില്ല. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട്, ഇവിടെ എത്ര ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3. സോ ഈ സൂപ്പർ പ്രോഫിറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് കാണുന്നുണ്ടോ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 30,000 ആണ് ഇവിടുത്തെ ഗുഡ്വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നല്ല രീതിയിൽ മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവം ഈക്വേഷൻസ് ആണ്. ഈക്വേഷൻസ് മര്യാദയ്ക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇനി നമുക്കൊരു ക്യാപിറ്റലൈസേഷൻ മെത്തേഡും കൂടിയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടും അതേപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് 2 മെത്തേഡ് വരുന്നുണ്ട്. രണ്ടും നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലിയുടെ പാർട്ടായിട്ട് മാറുക. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.